കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ CPM-ൽ ഉന്നതരെന്ന് ഷാഫി പറമ്പിൽ MP. പ്രചരിപ്പിച്ചവരെ മാത്രമല്ല പിന്നിൽ പ്രവർത്തിച്ചവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും ഷാഫി ആവശ്യപ്പെട്ടു. DYFI CPM നേതാവ് തന്നെ പ്രതിയായതോടെ അന്ന് തനിക്കെതിരെ പ്രചരണം നടത്തിയവർ മാപ്പ് പറയണമെന്നും ഷാഫി ആവശ്യപ്പെട്ടു. ഇത്ര ഹീനമായ ഒരു ശ്രമം നടത്തിയ ഒരാളെ രാഷ്ട്രീയമായും നിയമപരമായും സംരക്ഷിക്കുമെന്ന് കേരളത്തിലെ ഒരു യുവജന സംഘടനയ്ക്ക് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റുമോ? ഈ പറയുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അത് ഞങ്ങളല്ല എന്ന് പറഞ്ഞൊഴിയുകയും ചെയ്യും. ആ ശ്രമത്തിനാണിപ്പോൾ നിയമപരമായ ഒരു തിരിച്ചടി കൂടെ നേരിട്ടിരിക്കുന്നത്. അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് പോട്ടെ. ഇത് സൃഷ്ടിച്ചവരെ കൂടെ കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഈ കാലതാമസം ആ സൃഷ്ടാവിനെ കണ്ടെത്തുന്ന കാര്യത്തിൽ തടസ്സമായി മാറണമെന്നാണ് പിണറായി വിജയൻ്റെ പോലീസും ആഗ്രഹിച്ചത്. അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് വിചാരിച്ചാൽ 2 ആഴ്ച കൊണ്ട് തീർക്കാവുന്ന ഒരു പണിയെ 2 കൊല്ലം ഇവർ നീട്ടിക്കൊണ്ടുപോയത് എന്തിൻ്റെ പേരിലായിരുന്നു? പക്ഷെ ഒരു കാര്യം ഇപ്പോൾ വടകരയിലെയും കേരളത്തിലെയും ജനങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട്, CPM ഒരു കമ്മ്യൂണൽ പോയ്സൺ ആവാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട്.